ചോറ് ഇങ്ങനെ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി വെക്കാനുള്ള ചെറിയൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. ആരൊക്കെ പോണേ? ലച്ചു ഇല്ലോട്ടെ. ലച്ചു ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. സാധനങ്ങൾ ലിസ്റ്റും സെറ്റാക്കട്ടോ. വാ. ജീരകശാല അരി, നെയ്യ്, ഈ ഫോട്ടോ. പിന്നെ കിച്ചാപ്പു നമ്മുടെ കടയിലെത്തിയിട്ടുണ്ട്. കിച്ചാപ്പു പോയിട്ട് സാധനം വാങ്ങാനാണ്. കിച്ചാപ്പു സാധനം വാങ്ങാനേ ഇത് പോയപ്പോ മഴ ഇല്ല കേട്ടോ. പിന്നെ നാട്ടിപ്പൊളി മഴ ചെയ്തു. ഞങ്ങള് വന്നിട്ടേ പെരും മഴ കേട്ടോ. ഇവിടെ 6 മാസായിട്ട് വന്നിട്ട് അടയും പോണ അന്ന് വന്നല്ലേ ഒക്കെ ചെയ്യാണ്ട്. ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇന്ന് അതിന്റെ ഡയറ്റ് ഉണ്ടോ ബിരിയാണിക്ക്? അച്ഛനും അമ്മയ്ക്കും കുറച്ച് കൊണ്ടുപോയി. ആ ശരിയാണ്. ഞാൻ ജീരകശാലയാണ് ഉപയോഗിക്കാറ്. നമ്മള് കുറച്ച് തീറ്റയുണ്ട്. ഡയറ്റുകാരി ഇങ്ങനെ എപ്പോഴും ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പൊ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അരി ഇങ്ങനെ വെറുതെ കിട്ടാൻ വേണ്ടിട്ട്. ഞാൻ രണ്ടാളും കൂടെ കഴിച്ച് ഞാൻ ബിരിയാണിയിൽ ഇടാണ്ടാവും. അപ്പൊ കറുവപ്പട്ട, ഏലക്കായ, കറാമ്പൂ ചതച്ചിട്ടിടാം. പിന്നെ നമ്മള് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേഗം വാടാന്. എന്നാലും എന്റെ ഉള്ളി വാടൂല. നമ്മളരിഞ്ഞ ഉള്ളി കട്ടി കൂടുതലാണല്ലോ കേട്ടോ. അങ്ങനെ സുഖല്ലേ ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പണിയെടുക്കാനൊക്കെ. റിസ്ക് എടുക്കല്ല. ഇപ്പൊ ചിക്കനില് മസാല മിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ തൈര് ഒഴിക്കട്ടോ. ബാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. പൊടി എന്തൊക്കെട്ടെ? മഞ്ഞപ്പൊടിയും, ഉപ്പ്, തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്. ബാക്കിയൊക്കെ പുളി പിടിക്കാൻ വേണ്ടിട്ടേ ഇങ്ങനെ നല്ലതില് ശാസ്ത്രീയ വശമായിട്ട് ഉണ്ടാക്കല്. പണിയെടുത്ത ബാക്കിയുള്ളവർക്ക് പണിയെടുക്കും. വൃത്തിക്ക് എടുക്കണേ. എടുക്കും പോലെ ഇരട്ടി പണ്ടാക്കി തരണോ? കലിയും പണിയെടുക്കണം. അളിയനൊക്കെ ഇനി ശീലിച്ചേ. എന്ത് ശരിക്കും അങ്ങനെയല്ല. അവിടെ തെറ്റിദ്ധരിച്ച് നമ്മള്. ഞാൻ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കൊറേ പൊടി ഇടുന്നുണ്ട്. മസാലയില് ഉണ്ടാക്കുമ്പോ ഇടും. അതൊക്കെ കുറച്ച് പേർക്ക് മിക്സ് ചെയ്യും. എന്തോ ഒന്നുകൂടി ആയിക്കോട്ടെ. ഒറ്റ തളയെല്ലാം കൂടി തീരുമാനമാവും. പായസായിക്കോളും. നമുക്ക് തക്കാളി ആഡ് ചെയ്ത് നോക്കട്ടോ. ഉള്ളി ശരിക്കും വാടിയിട്ടൊന്നുമില്ല. ഇനി തക്കാളിന്റെ കൂടെ ആയിക്കോളും. അത് അരിഞ്ഞതിന്റെ ഗുണം കൊണ്ടേ. ആ ഫോൺ തുടങ്ങുന്നത് അടുപ്പിലോട്ട് മാറ്റി. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്. അപ്പൊ മസാല ഇട്ട് കൊടുക്കാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, തട്ടാണ്. പിടിക്കുവേ. നല്ല തീയാണേ. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക. തട്ടട്ടെ. ഇതൊന്ന് കഴിക്കാല്ലോ. സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ള എല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തൈര് ഒഴിക്കാം. അപ്പൊ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇല വെച്ചോ. നെയ്യും ക്യാരറ്റൊക്കെ മിക്സ് ചെയ്ത്. ക്യാരറ്റ് നമ്മൾ അരിയിലിടാൻ മറന്നു. അപ്പോൾ
അപ്പോൾ ഇത് അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ദം ചെയ്യട്ടോ. ഇത്ര സിമ്പിളോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലയെടുത്ത അടിയിലാട്ടോ മസാല. അവസാനത്തെ ഒരു തുള്ളി ചോറ്. അപ്പോഴേ നമ്മുടെ ബിരിയാണി ടൈലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് വന്നതാണ്. ഒന്നിച്ചിരുന്ന് കഴിക്കാൻ ഒരു ചെറിയൊരു തീരുമാനം വന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മളിഞ്ഞ് ഇവിടെ സെറ്റാക്കാം കേട്ടോ. നമ്മൾ അറേബ്യൻ മോഡലൊക്കെ അല്ലേ, അങ്ങനെ ഒരു പരിപാടിയാണ്. ഇച്ചപ്പോ ഞാൻ ഇരിക്കുന്നാല് ലച്ചുൻ്റെ വക സാലഡ്. ചപ്പോ ലെഗ് പീസ് ഇട്ടിരിക്കുന്നു. അപ്പോൾ കഴിക്കാൻ പോകട്ടോ. എല്ലാവരും സെറ്റ് ആയിക്കണേ. വാഴൻ്റെ ഇട വിചാരിച്ചത് വാഴൻ്റെ എല്ലാം ഒന്ന് ഫുള്ള് കെട്ടി ഇതാക്കണമെന്നും നല്ലതല്ലാന്ന് വെച്ചൊരു അഭിപ്രായം ഉണ്ടായി. അപ്പം നമ്മൾ നേരെ ഇതാക്കിട്ടോ. നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പറാണ്. കഴിക്കട്ടെ ചപ്പോ. അപ്പോഴേ ഇവരെ ഒന്നിച്ച് കഴിക്കാട്ടോ. ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അത് ബിരിയാണി കിച്ചാപ്പുഴ ചിക്കനും. ഞങ്ങൾ ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.